പഞ്ചായത്തംഗം ശ്രീ വിക്ടർ ടി തോമസ്, ഈ പരിപാടിയുടെ ജില്ലാ ചുമതല വഹിക്കുന്ന പ്രിയങ്കനായ ജില്ലാ ജനറൽ സെക്രട്ടറി ബിജുമോൻ, പ്രിയങ്കനായ വിജയ സംസാരിച്ച് നിർത്തിയിടത്തുനിന്ന് ആരംഭിക്കാമെന്ന് തോന്നുന്നു. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം വീര സവർക്കറെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ ഒരു അധ്യാപകൻ കേരളത്തിന്റെ മണ്ണിൽ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇന്ന് ഇന്ത്യ വിഭജനത്തിന്റെ ഓർമ്മ ദിവസം കൂടിയാണ്. ഇതിനുശേഷം സെമിനാർ നടക്കുകയാണ്. ആ ഇന്ത്യ വിഭജനത്തിൽ ഇന്ത്യക്കെതിരായി നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുഹമ്മദ് അലി ജിന്നയോടൊപ്പം നിലപാട് സ്വീകരിച്ച ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആ അധ്യാപകരെ സസ്പെൻഡ് ചെയ്തത് എന്നുള്ളത് കൊണ്ട് നമുക്കത് രാജ്യത്തിന് വിരുദ്ധമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയും. പക്ഷെ അതല്ല നമ്മുടെ പ്രശ്നം. ഇന്ന് ഈ പരിപാടി പത്തനംതിട്ടയിൽ സംഘടിപ്പിക്കണോ എന്ന നിലയിൽ ആലോചനയുണ്ടായി. കാരണം വലിയ രീതിയിലുള്ള പ്രളയത്തിന് ശേഷം വലിയ പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്ന ഒരു ജില്ലയാണ്. പക്ഷേ പരിപാടി സംഘടിപ്പിക്കാം എന്ന് ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്ത് തന്നെ ഈ പതാക ഏന്തിക്കൊണ്ട് തന്റെ ഇടമായി ഈ നാട്ടിലൂടെ നടക്കാൻ നമ്മളല്ലാതെ മറ്റാരും ഇല്ല എന്നുള്ള ചിന്തയാണ് ഈ പരിപാടി മാറ്റിവെക്കേണ്ട പത്തനംതിട്ടയിലും എന്നുള്ള തീരുമാനമെടുത്തു. കാരണം ഈ പതാക ഏന്തിക്കൊണ്ട് നടക്കുവാൻ, ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു എന്ന് അവകാശപ്പെടുന്ന, അതിന് നേതൃത്വം കൊടുക്കുമെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് പാർട്ടിക്കോ, ഈ നാട്ടിൽ സമത്വം കൊണ്ടുവരുമെന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് പാർട്ടിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഇന്ന് ഈ പതാക ഏന്തിക്കൊണ്ട് നടക്കണമെങ്കിൽ പലരുടെയും അനുവാദം ചോദിക്കണം. വന്ദേ മാതരം മുഴുവനായി ആലപിക്കാൻ ഞങ്ങൾ എന്തു ചെയ്യുമെന്ന് നാളെ കണ്ടോ എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. സ്വന്തം രാജ്യത്തിന്റെ ദേശഭക്തി ഗാനം ആലപിക്കാൻ സസ്പെൻസ് കാണിക്കേണ്ട ഒരു അവസ്ഥ എന്താ മുഖ്യമന്ത്രിക്ക്? തന്റെ ഇടമായിട്ട് ആ ദേശഭക്തി ഗാനം പാടുമെന്ന് പറയാൻ മുഖ്യമന്ത്രി കഴിയുന്നില്ല. കാരണം മുഖ്യമന്ത്രിക്ക് അത് പറയണമെന്നുണ്ടെങ്കിൽ പാണക്കാട്ടുന്ന അനുമതി വേണം എന്നുള്ള ഗതികേടിലേക്ക് ഈ നാടിനെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ രാഷ്ട്ര സുരക്ഷയും ദേശസ്നേഹവും ഒക്കെ എത്രമാത്രം ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഏറെ പ്രസക്തമായ കാര്യമാണ്. ഞാൻ പറയുന്നത്, ഇതിനു ശേഷം നടക്കുന്ന സെമിനാറിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഏറ്റവും വലിയ വിഷയങ്ങളിൽ ഒന്ന് BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും നരേന്ദ്രമോദി എന്ന നേതാവും ഇല്ലായിരുന്നുവെങ്കിൽ ഈ രാജ്യത്ത് ഇനിയും വിഭജനത്തിന് കോപ്പ് കൂട്ടുന്നവർ ഈ നാടിനെ ഭരിക്കുന്നു എന്നുള്ള അപകടകരമായ സാധ്യതയാണ് ഇന്ന് കേരളത്തിൽ സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴും പറയാം, നാളെ രാവിലെ 8:30 മണിക്ക് സെക്രട്ടേറിയറ്റിലും ജില്ലാ കേന്ദ്രങ്ങളിലും മുഖ്യമന്ത്രി ഇപ്പോഴും തീരുമാനമെടുത്തിട്ടില്ല. എന്തിനാ തീരുമാനമെടുക്കാത്ത? രാജ്യവിരുദ്ധമായ കാര്യങ്ങൾക്കല്ല, മറിച്ച് വന്ദേ മാതരം പാടണമോ ഇല്ലയോ എന്ന് തീരുമാനമെടുക്കാൻ കഴിയാത്ത നിർജീവമായ നിർഗുണനായ ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ ഉള്ളത് എന്ന് പറയാൻ അപമാനമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പക്ഷേ ഒന്ന് മാത്രം പറയുന്നു, നിങ്ങൾ എത്ര മൂടി വെക്കാൻ ശ്രമിച്ചാലും, നിങ്ങൾ എത്ര പാടണ്ട എന്ന് വെച്ചാലും വന്ദേ മാതരം ഭാരതത്തിന്റെ മണ്ണിലും മുക്കിലും മൂലയിലും മുഴങ്ങുക തന്നെ ചെയ്യും. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമുള്ളിടത്തോളം കാലം, ഞങ്ങളുടെ ശിരകളിൽ ചോര ഒഴുകുന്നിടത്തോളം കാലം ഈ ഗാനം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ത്രിവർണ്ണ പതാകയെ നെഞ്ചോട് പരമാധികാരത്തെയും സംരക്ഷിക്കുവാൻ ഞങ്ങൾ ഇവിടെ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി.